അപ്പോൾ നമുക്ക് നേരെ പോകാം ദ ബിഗസ്റ്റ്. നമ്മുടെ തീരത്തെ മത്സ്യബന്ധനത്തെ മുച്ചൂടും മുടിക്കുന്ന ഒരു അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതിയുണ്ട്. അതായത് ഹൈ വോൾട്ടേജ് ലൈറ്റുകൾ കടലിന്റെ അടിത്തട്ടിലേക്ക് ഇറക്കും. ഈ വെളിച്ചത്തിൽ ആകർഷിച്ച് മീനുകളെ കൂട്ടത്തോടെ വലയിലാക്കും. കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിനും വെല്ലുവിളിയാകുന്ന ഒരു മീൻപിടുത്ത രീതിയാണിത്. ഈ നിയമലംഘനത്തിന് നേരെ അധികൃതർ കണ്ണടയ്ക്കുന്നുവെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. നമുക്ക് വിശദമായ റിപ്പോർട്ട് ആദ്യം കാണാം. अभी ये फिशरीज का कंट्री में है तुम्हारा बोट. രാത്രിയുടെ മറവിൽ ആഴക്കടലിലാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഈ മീൻപിടുത്തം. ഇതര സംസ്ഥാനങ്ങളിലെ ബോട്ടുകാരാണ് നമ്മുടെ മത്സ്യസമ്പത്ത് ഊറ്റിയെടുത്തുകൊണ്ട് തീരദേശ മേഖലയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തിയേറിയ പ്രകാശം കടലിനടിത്തട്ടിലേക്ക് അടിക്കും. ഇതു കണ്ട് കടലിന്റെ അടിത്തട്ടിലുള്ള മത്സ്യങ്ങൾ വരെ മുകളിലേക്ക് കൂട്ടമായി ഉയർന്നു വരും. ഈ വരുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ അടക്കം ഇവർ കൂട്ടമായി പിടിച്ചെടുക്കും. തമിഴ്നാട് കുളച്ചിൽ ഭാഗങ്ങളിൽ വരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇത്തരം മത്സ്യബന്ധന രീതി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇത് ആയക്കടലിലാണ്. ഇപ്പോൾ തീരക്കടലിലും എല്ലാ സ്ഥലങ്ങളിലും 10 മാറ് 8 മാറ് 7 മാറ് 5 മാറിലൊക്കെ ലൈറ്റ് ഇട്ടിട്ട് മീൻപിടുത്തം വ്യാപകമായിട്ടുണ്ട്. ചെറുമത്സ്യങ്ങൾ എല്ലാ ചെറുമത്സ്യങ്ങളും ഇപ്പോൾ ദൈനംദിനം പിടിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് ഈ തരത്തിൽ മീൻ പിടിക്കുന്ന ബോട്ടുകൾ ഏറെയും വരുന്നത്. പരമ്പരാഗത തൊഴിലാളികൾക്ക് മാസങ്ങളോളം പിടിക്കാനുള്ള മത്സ്യങ്ങൾ ഇവർ ഒറ്റയടിക്ക് കോരിക്കൊണ്ടുപോകും. ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യങ്ങളടക്കം വലയിലാകും. ഇവയെ വളവും മറ്റും ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ചുരുക്കി പറഞ്ഞാൽ കടലിന്റെ ആവാസ വ്യവസ്ഥയെ ആകെ ഊറ്റിയെടുക്കുന്ന മീൻപിടുത്തം. ചെറിയ മത്സ്യങ്ങൾ പർപ്പസ്ഫുള്ളി പിടിക്കുന്ന ചില മത്സ്യത്തൊഴിലാളി ആളുകൾ അല്ലെങ്കിൽ ബോട്ട് ഓണേഴ്സ് ഉണ്ട്. കാരണം നമുക്കറിയാം, ഒരു ട്രോളർ ബോട്ടിൽ ഫിഷിംഗ് നടത്തുമ്പോൾ ബൈ ക്യാച്ച് എന്ന രീതിയിൽ ചെറു മത്സ്യങ്ങൾ ഒരു ശതമാനം വരെ നമുക്ക് കാണാം. അതിന് പുറമെ ഇത് ഭക്ഷ്യ ആവശ്യത്തിനല്ലാതെ വളം ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് സ്ഥിരമായിട്ട് ഇത്തരം ചെറു മത്സ്യങ്ങളെ പിടിക്കുന്ന പ്രവണതകളും ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട്. അത് ശക്തമായി നിയമ നടപടികളിലൂടെ തന്നെ അവരെ തടയുന്നതാണ്. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ മത്സ്യസമ്പത്ത് നമുക്ക് നിലനിർത്താൻ പറ്റുകയുള്ളൂ. ചെറു ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നേരത്തെ ലഭിച്ചിരുന്നതിന്റെ പകുതി പോലും മീൻ ഇവരുടെ വരവോടെ കിട്ടുന്നില്ല. ഈ ഇതര സംസ്ഥാന ബോട്ടുകളെ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് ഇത്ര വലിയ പ്രതിസന്ധിക്ക് കാരണം. നമ്മുടെ സംസ്ഥാനത്തെ ബോട്ടുകളല്ല ഇതിൽ ബഹുഭൂരിപക്ഷവും പങ്കെടുക്കുന്നത് മറ്റ് സംസ്ഥാനത്തെ ബോട്ടുകളാണ്. പക്ഷേ സാധാരണ മത്സ്യത്തൊഴിലാളികൾ ഇതിനെ എതിർക്കുന്നുണ്ട്, തടയാൻ ശ്രമിക്കും. പക്ഷേ വളരെയധികം ആഴമുള്ള കടലിൽ ഉൾക്കടലിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മത്സ്യസമ്പത്ത് വർഗാടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പല മത്സ്യങ്ങളും കാണുന്നില്ല. പല മത്സ്യങ്ങളും വർഗാടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവർ ദാരിദ്ര്യത്തിലേക്ക് അവരെ തള്ളിവിടും. പക്ഷേ ഇതല്ലേ ശരിയെന്ന് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പറയുന്നു. 2024 ഏപ്രിൽ മുതൽ ഇതുവരെ കോഴിക്കോട് ജില്ലയിൽ മാത്രം നിരോധിത മത്സ്യബന്ധനം നടത്തിയ 41 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശദീകരണം. രാത്രികാലങ്ങളിൽ കടലിൽ പോകുന്നുണ്ട്. അവർ നിയമത്തിന് മുന്നിൽ പിടിക്കപ്പെടുന്നുണ്ട്. കൂടുതലും കർണാടകയിൽ നിന്ന് വരുന്ന മംഗലാപുരം ഭാഗത്താണ് കൂടുതലും. മംഗലാപുരം ഭാഗത്ത് നിന്ന് വരുന്ന ബോട്ടുകളാണ് കാസർഗോഡ് ജില്ലയിലും ചോമ്പാല ഈ ഭാഗങ്ങളിലൊക്കെയാണ്, ഈ അഴീക്കൽ ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ളത്.
കഴിഞ്ഞ വർഷം തന്നെ 48 ലക്ഷം റുപ്യ അവരുടെ ഫൈനായിട്ട് ഞങ്ങൾ ഈടാക്കിയിട്ടുണ്ട്. അതായത് പ്രശ്നം ഇതാണ്, 12 നോട്ടിക്കൽ മൈൽ അപ്പുറത്തേക്ക് കടൽ പരിശോധന നടത്താൻ കേരള സർക്കാരിന് അധികാരമില്ല. അതിനപ്പുറത്തുള്ള ലൈറ്റടിച്ച് മീൻപിടുത്തം തടയുന്നതിൽ പരിമിതിയുണ്ട്. ഇതാണ് അധികൃതരുടെ വിശദീകരണം. മീൻ കിട്ടാതായതോടെ ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളും രാത്രിയിലെ മീൻപിടുത്തം നിർത്തിവെക്കേണ്ടി വന്നു. പകൽ സമയത്ത് പുറം ജോലിക്ക് പോയാലും ചെലവ് കാശ് പോലും ലഭിക്കാത്തത്ര പ്രതിസന്ധി. കടലിന്റെ ആവാസ വ്യവസ്ഥയെയും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടനവധി മനുഷ്യരുടെ ജീവിതത്തെയും ഇല്ലാതാക്കുന്നതാണ് കൺകെട്ട് വിദ്യ കൊണ്ടുള്ള ഈ മീൻപിടുത്തം. ഇത് തടയാൻ അധികാരികൾക്കേ സാധിക്കൂ. അതിന് അവർ ഉണർന്ന് പ്രവർത്തിക്കണം. മത്സ്യസമ്പത്തും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും സംരക്ഷിക്കപ്പെടണം. സർക്കാർ നടപടികൾ വൈകരുത്. ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.